ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. റവ വെച്ചിട്ടുള്ള കേസരിയാണെന്ന് നമ്മൾ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് റവ കേസരി. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റവ കേസരിയിലേക്ക് കുറച്ച് കാഷ്നട്ടും റൈസിൻസും ആദ്യം ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ പ്യുവർ ആയിട്ടുള്ള മിൽമയുടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ട്, അതുപോലെ തന്നെ റൈസിൻസ്, പിന്നെ കുറച്ച് ബദാമും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ കേസരിക്കകത്ത് ബദാമൊന്നും ചേർക്കാറില്ല കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതിലൊന്നും ബദാമൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഞാൻ ചുമ്മാ ചേർത്തുന്നേ ഉള്ളൂ. ഒത്തിരിയും ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ഒരുപാട് കരിഞ്ഞൊന്നും പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പം ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ ഒരു സെയിം നെയ്യിൽ തന്നെയാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റവ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേസരി എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല നെയ്യും മധുരവും ഒക്കെ വേണം. അപ്പോഴാണ് നല്ല പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് കിട്ടുക. ഞാനിത് അതിലേക്ക് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിലേക്ക് ശരിക്കും കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് റവ ചേർത്തിയിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഈ എടുത്തിട്ടുള്ള റവ റോസ്റ്റഡ് ആയിട്ടുള്ള റവ തന്നെയാണ് കേട്ടോ. പക്ഷേ എങ്കിലും നമ്മൾ നെയ്യിലൊന്ന് വീണ്ടും മൂപ്പിച്ചെടുക്കുകയാണ്, അതായത് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ 2 കപ്പ് റവ ഈ ഒരു പാനിലേക്ക് ചേർത്തിയിട്ട് നമ്മളൊരു 4-5 മിനിറ്റോളം വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതിനെ വറുത്തെടുക്കാൻ. ഈ ഒരു റവയുടെ കളറൊന്നും മാറാനൊന്നും പാടില്ല. പക്ഷേ ഒരു 4-5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ നെയ്യിലൊക്കെ മൂപ്പിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു നല്ലൊരു മണം ഉണ്ടല്ലോ, ആ ഒരു മണം വരും. അപ്പോൾ അതുവരെ ഏറ്റവും കുറഞ്ഞ തീയിൽ തന്നെ നിങ്ങളത് വറുത്തെടുക്കാം. കളർ മാറാതെ കരിഞ്ഞു പോവാതെ വറുത്തെടുത്തിട്ട് വെക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾ നെയ്യിൽ വറുത്തെടുത്തിട്ട് കേസരി ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ കേസരിക്ക് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേസരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒരു 4-5 മിനിറ്റ് ഇതാ ചെറിയ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, മാത്രമല്ല നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റവ വറുത്തെടുക്കാൻ വേണ്ടി കുറച്ചും കൂടെ കൂടുതൽ നെയ്യ് ചേർത്തിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടെ നല്ല നെയ്യിലൊക്കെ ആകുമ്പോൾ തന്നെ ആയിരിക്കും കേസരി നല്ല ടേസ്റ്റ് കിട്ടുക. ഇതൊരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതായത് നമ്മളിപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള റവ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്തിട്ട് കൊടുക്കാം. ഒരു പാനിലേക്ക് ഞാനിതാ 4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള റവ എന്ന് പറഞ്ഞാൽ 2 കപ്പാണ്. നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 4 കപ്പ് വെള്ളം, ഡബിളാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കേസരി കുറച്ച് നല്ല ലൂസായിട്ട് നമ്മൾ സ്പൂണ് വെച്ച് കോരി കഴിക്കുന്ന ആ ഒരു ടൈപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3/4 കപ്പ് കൂടെ വെള്ളം കൂടുതൽ ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പം ചെയ്യുന്നത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പരുവത്തിലാണ്. അപ്പോൾ ഈ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കാം, കാരണം നല്ല സ്വീറ്റ് ആയിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് തന്നെ ഞാനൊരു 1 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ കുറേശ്ശായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ റവ അങ്ങ് വെള്ളം കുടിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ കട്ടയായിട്ട് പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് കുറേശ്ശെ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇതിനെ കുക്ക് ചെയ്യാം കേട്ടോ, കാരണം പെട്ടെന്ന് അങ്ങ് വെള്ളമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് റവ അങ്ങനെ കട്ടയായിട്ട് പോകണ്ട. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ 2-3 മിനിറ്റ് കുക്ക് ചെയ്യണം. ഈ റവ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കൂടെ വേണം, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ കേസരി കഴിക്കുമ്പം റവ അങ്ങനെ വേവാത്തൊരു ഫീലായിരിക്കും. അതിലേക്ക് ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പിൽ പകുതി വെച്ചിട്ട് നെയ്യ് ചേർക്കുന്നത് ആദ്യമേ വെള്ളത്തിലേക്ക് ചേർത്തിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ കുറേശ്ശായിട്ടാണ് ചേർക്കുന്നത്. നെയ്യിൻ്റെ ഒരു മണം ഒക്കെ നോക്കിയിട്ട് കുറേശ്ശെയാണ് ചേർക്കുന്നത്. നെയ്യ് കൂടെ ചേർത്തിട്ട് നമ്മളിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമ്മളിതിനൊന്ന് അടച്ച് വെച്ചിട്ട് കൂടെ ഒരു 2-3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാണ്. റവ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. 2 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ റവ അത്യാവശ്യം നന്നായിട്ട് കുക്കായി നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മധുരം വേണം. നമ്മളിപ്പോൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു എന്താ പറയുക കേസരിക്ക് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അത്രക്കൊക്കെ മധുരം തന്നെ വേണമെങ്കിൽ നിങ്ങൾ 2 കപ്പ് തന്നെ പഞ്ചസാര എടുക്കാം. പക്ഷെ ഞാനിപ്പം കുറച്ച് മധുരം കുറച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പം ഇതൊന്നുകൂടെ ഒന്ന് ലൂസായിട്ട് ഇതുപോലൊന്ന് വാട്ടറി ആവും.
അപ്പോൾ നിങ്ങൾ ഒരിക്കലും പഞ്ചസാര ആദ്യമേ റവയുടെ കൂടെ ചേർക്കരുത് കേട്ടോ. പഞ്ചസാര ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ റവ കുക്കാവാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. അപ്പോൾ പഞ്ചസാര കൂടെ ചേർത്ത് ഇതൊന്ന് ലൂസായിട്ട് വരുമ്പോൾ വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്തിട്ട് കൊടുക്കണം. നമ്മുടെ ഒരു കേസരിക്ക് നല്ലൊരു ഏലക്കയുടെ ഫ്ലേവർ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർത്തിട്ട് കൊടുക്കാം. നിങ്ങളുടെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കേസരിക്ക് നല്ലൊരു കളർ കൂടെ വേണ്ടേ, അപ്പോൾ അതിന് നമുക്ക് ഓറഞ്ച് ഫുഡ് കളറാണ് ഞാൻ ചേർക്കുന്നത്. ഒരു പിഞ്ച് ഓറഞ്ച് ഫുഡ് കളർ ഒരു ഇത്തിരി വെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു 2-3 ടീസ്പൂണോളം ചേർക്കാം. ടീസ്പൂൺ എടുക്കുന്നത് ഫുഡ് കളറല്ല കേട്ടോ, ഫുഡ് കളർ വെള്ളത്തിൽ ശാലിച്ചിട്ടാണ് ചേർക്കുന്നത്. അതല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കളറൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുങ്കുമപ്പൂ കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ച് പാലിലോ അതല്ലെങ്കിൽ വെള്ളത്തിലോ ചേർത്തിട്ട് കൊടുത്താലും മതി. നമ്മുടെ കളർ എത്രത്തോളം നമുക്ക് കളർ വേണോ അതിനനുസരിച്ചിട്ടുള്ള കളർ നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പാനിൽ നിന്നും ഈ ഒരു കേസരി നന്നായിട്ട് തന്നെ വിട്ട് വരുന്നൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും റൈസിൻസും ബദാമും എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം. കൂടെ നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ഒരു 1-2 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്തിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ നെയ്യ് ഞാൻ വീണ്ടും പറയാണ്, സാധാരണ രീതിയിൽ നമ്മൾ കേസരി ചെയ്യുമ്പം കുറച്ചധികം നെയ്യ് തന്നെ ചേർക്കാറുണ്ട്. പക്ഷെ നമുക്ക് കേസരി കഴിക്കും വേണം, കുറച്ചൊക്കെ ഹെൽത്ത് നോക്കും വേണം എന്നുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ഇത്രയും നെയ്യ് ചേർത്തിയാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ നെയ്യ്, അതായത് ഇപ്പോൾ ഞാൻ ഈ ചേർത്തിനേക്കാളും 3-4 ടേബിൾ സ്പൂണോളം നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ. കേസരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നന്നായിട്ട് നെയ്യ് എടുത്ത് കാണിക്കും കേസരിക്കകത്ത്. അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് നമുക്ക് എന്താ പറയുക, ഒരു അലുവൊക്കെ നമ്മൾ വിട്ട് വരില്ലേ പാനിൽ നിന്നും, ആ ഒരു കണ്ടീഷൻ പോലെ തോന്നും. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ അത് സെർവ് ചെയ്യാം. കേസരി നമുക്ക് ചൂടോടെ കഴിക്കാനും ടേസ്റ്റാണ്, തണുപ്പായതിനു ശേഷം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കേസരി നല്ല റിച്ച് ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് പകുതി വെള്ളം പകുതി പാലും എടുക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് കേസരി ചെയ്യാം. പക്ഷെ നോർമലി എല്ലാവരും വെള്ളത്തിൽ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റും നല്ല റിച്ച് ആയിട്ടൊക്കെ കഴിക്കണം എന്നുള്ളവർക്ക് കുറച്ച് പാലും കുറച്ച് വെള്ളം, അതായത് പകുതി പകുതിയായിട്ട് എടുത്തിട്ട് ആ രീതിയിൽ വേണമെങ്കിലും ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേസരി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരു ബൗളിലേക്ക് ഞാനിതിനൊന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ കേസരി ഒരു മോൾഡിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇതാ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും റൈസിൻസും ചുമ്മാ വെച്ച് കൊടുക്കാം ഒരു ഭംഗിക്ക്. ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു പരുവാണ് കേട്ടോ അത്. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ കേസരി തയ്യാറാക്കിയിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.